പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി ഉറങ്ങിയതിന് ശേഷം വിക്രമിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. വിക്രം എഴുന്നേറ്റ് ആരാണെന്ന് നോക്കുന്ന സമയത്ത് അത് രാധയായിരിക്കും. ആ, ഇവളെന്തിനാ ഈ നേരത്ത് വിളിക്കുന്നത്? ഈ സമയത്താണോ ഫോൺ ചെയ്യുന്നത്? വെറുതെ വിളിക്കുന്നതായിരിക്കും, അവിടെ കിടന്ന് അടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം തിരിഞ്ഞു കിടക്കുന്നുണ്ട്. എന്നാൽ രാധയാണെങ്കിൽ 2-3 തവണ വിളിക്കുന്നുണ്ട്. വിക്രം ഫോൺ എടുക്കുന്നേയില്ല. വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് വിക്രം ദേഷ്യം വന്ന് എഴുന്നേറ്റിരുന്ന് ഫോൺ എടുത്തുകൊണ്ട്, ഹലോ, എന്തിനാടി നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ അർദ്ധരാത്രിക്കാണോ ഡി ഫോൺ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത്തവണ വിളിച്ചിരിക്കുന്നത് നമ്മുടെ വേദയാണ്. വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ വിക്രം ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വിളിച്ചതല്ലേ. വിക്രം, നീ ഒന്ന് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വാ, വേഗം വാ വിക്രം, ഞങ്ങളെ രക്ഷിക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് വേദ. ഇത് കേട്ട് വിക്രം ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ വേദ, എന്താ പറയേ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ വേദ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. വേദ വീണ്ടും, ഓടി വാ വിക്രം, പെട്ടെന്ന് വാ, ഇപ്പോൾ തന്നെ പുറപ്പെട്ടുകൊണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുന്നുണ്ട്. വിക്രമിനാണെങ്കിൽ വേദയുടെ സൗണ്ട് കേട്ട് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഷർട്ട് എടുത്തിട്ട് ബൈക്കും എടുത്ത് വേദയുടെ വീട്ടിലെത്തുന്നുണ്ട്. ബൈക്ക് പുറത്തു നിർത്തി വേദയുടെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് വിക്രം വിചാരിക്കുന്നുണ്ട്, ഇവിടെ ഒരു പ്രശ്നമുള്ളതായി എനിക്ക് തോന്നുന്നില്ലല്ലോ. ഇവളിത് എന്തിനാ വിളിച്ചത്? ഇവിടെ വലിയ പ്രശ്നമാണ്, ഓടിവാ എന്നും പറഞ്ഞുകൊണ്ടല്ലേ വിളിച്ചത്. എന്തിനായിരിക്കും? എന്നെ കളിപ്പിക്കുകയാണോ ഇവൾ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വേദയ്ക്ക് വിളിക്കുന്നുണ്ട്. വേദ ചൂടാവുന്നുണ്ട്. അപ്പോൾ നീ വന്നില്ലാലേ വിക്രം, നീ എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. വിക്രം പറയുന്നുണ്ട്, അല്ല വേദേ, എന്തിനാ നീ ഇത്ര ടെൻഷൻ അടിച്ച് വിളിച്ചത്? എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. വീണ്ടും വേദ പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് മനസ്സിലായി, നീ വന്നിട്ടില്ല, വരണ്ട. അപ്പോൾ നിനക്ക് എന്നോട് ഇത്രയ്ക്കേ സ്നേഹമുള്ളൂ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ വിക്രം പതിവ് പോലെ മതിലെല്ലാം ചാടി മുകളിലെത്തുന്നുണ്ട്. വേദയുടെ റൂമിലേക്ക് കയറുന്നുണ്ട് വിക്രം. പെട്ടെന്ന് വേദ അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് വിക്രം കാണുന്നത്. പെട്ടെന്ന് വേദ ലൈറ്റ് ഇട്ടുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ വിക്രം എന്ന് പറയുന്നുണ്ട്. വിക്രം 4 പുറം നോക്കുന്നുണ്ട്. വേദയുടെ റൂം നല്ല ഭംഗിയായി ബലൂണൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. വിക്രം ദേഷ്യത്തോടെ വേദയോട് പറയുന്നുണ്ട്, നിനക്ക് എന്താടി ഭ്രാന്തുണ്ടോ? നീ ഇത്രയും ടെൻഷൻ അടിച്ച് എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ എത്ര ടെൻഷനായിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് നിനക്കറിയാവോ? ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? വിക്രം, നിന്റെ ബർത്ത്ഡേ ആണ്, ഇവിടെ വന്ന് കേക്ക് കട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ നീ ഓടി വന്ന് കട്ട് ചെയ്യോ? ഇല്ലല്ലോ, ഇങ്ങോട്ടേക്ക് വരത്തേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചതെന്ന് പറയുന്നുണ്ട് വേദ. പെട്ടെന്ന് വിക്രം അവിടെ ഉണ്ടായിരുന്ന കത്തി എടുത്തുകൊണ്ട് വേദയുടെ നേരെ ഊങ്ങിക്കൊണ്ട് പറയുന്നുണ്ട്, ഈ കത്തിയെടുത്ത് നിന്നെ കുത്തിക്കൊല്ലാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം, അത് കേക്ക് കട്ട് ചെയ്യാനുള്ള കത്തിയാണ്, വാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കേക്ക് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വേദ നടക്കുന്നുണ്ട്. വിക്രം ചോദിക്കുന്നുണ്ട്, ഈ രാത്രി 12 മണിക്കാണോടി കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് എന്ന് ദേഷ്യത്തോട് ചോദിക്കുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, വിക്രം, നീ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടാലും ഇതൊക്കെ കണ്ടപ്പോൾ നിന്റെ മനസ്സിൽ ഒരു കുട്ടി സന്തോഷം വന്നില്ലേ? ഈ വെള്ളത്തിൽ കിടന്ന് മീനൊക്കെ തുള്ളി തുടിക്കുന്നത് പോലെ ഒരു സന്തോഷം ഇല്ലേ വിക്രം? വാ വിക്രം, ഈ കത്തി കൊണ്ടേ മനുഷ്യരെ കുത്താൻ മാത്രമല്ല കേക്ക് കട്ട് ചെയ്യാനും പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ പിടിച്ചുകൊണ്ട് കേക്കിനടിയിലേക്ക് നിർത്തുന്നുണ്ട്. വിക്രം വേദയോട് പറയുന്നുണ്ട്, ഇതൊന്നും എനിക്ക് ശീലമില്ലടി, ഈ കേക്കൊന്നും കട്ട് ചെയ്തിട്ട് എനിക്ക് ശീലമില്ല. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വിക്രം ശീലിക്കുന്നത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ആരും അറിയാതെ ഈ കേക്കൊക്കെ വാങ്ങിച്ചു വെച്ചത്. നീ കണ്ടില്ലേ, ഈ റൂമൊന്ന് നോക്കിയേ, ഇത്ര ഭംഗിയായി ഞാൻ ഈ റൂം അലങ്കരിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്നറിയോ? എന്നിട്ട് നീ കേക്ക് മുറിക്കില്ലെന്നാണോ പറയുന്നത്? കേട്ട് വിക്രം പറയുന്നുണ്ട്, ആ ശരി, നിനക്ക് വേണ്ടി ഞാൻ ചെയ്തേക്കാം, ഇങ്ങത്താ എന്നും പറഞ്ഞുകൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഇത് കണ്ട് വേദ പറയുന്നുണ്ട്, ഏയ് എന്താ വിക്രം ഇത്, നീ ഈ റൗഡി വേഷത്തിലാണോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇത് നല്ലൊരു മുഹൂർത്തം അല്ലേ, നീ ചെന്ന് നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ ഇരിക്കുന്ന ഒരു കവർ എടുത്ത് വിക്രമിൻ്റെ നേരെ നീട്ടുന്നുണ്ട്. ഇതെന്താന്ന് ചോദിക്കുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, നീ അതൊന്ന് തുറന്നു നോക്ക് എന്ന് പറയാണ്. അതിൽ നോക്കുന്ന സമയത്ത് ഒരു അടിപൊളി പാൻറ് ഷർട്ടും ആയിരിക്കും. വേദ പറയുന്നുണ്ട്, നീ വേഗം ചെന്ന് ഇതിട്ടുകൊണ്ട് വാ, എന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ വാഷ്റൂമിൽ പോയിക്കൊണ്ട് വിക്രം ഡ്രസ്സെല്ലാം മാറ്റിക്കൊണ്ട് വരുന്നുണ്ട്. വിക്രം പാൻറ് ഷർട്ടൊക്കെ ഇൻസൈഡ് ചെയ്ത് നല്ല നാണത്തോടു കൂടി ഇങ്ങനെ വന്ന് നിൽക്കുവാണ്.
ഇത് കണ്ട് വേദ ഒരു നിമിഷം നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് വിക്രമിൻ്റെ അടുത്ത് ചെന്ന് നാലു പുറം ഇങ്ങനെ തെരഞ്ഞുകൊണ്ട് നോക്കുന്നുണ്ട്. തെരഞ്ഞിട്ട് പറയുന്നുണ്ട്, അല്ല ഇവിടെ എവിടെയെങ്കിലും കണ്ടോ, എവിടെ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, അല്ല ഇവിടെ ഒരു റൗഡി നിൽപ്പുണ്ടായിരുന്നു, പകരം ഒരു നല്ല ചുള്ളനിതാ നിൽക്കുന്നു, ആ റൗഡി എങ്ങാനും കണ്ടോ എന്ന് ചോദിക്കുകയാണ്. വിക്രം കയ്യൊങ്ങിക്കൊണ്ട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ കൊന്നു കളയും എന്ന് പറയുകയാണ്. വേദ പിന്നീട് പറയുന്നുണ്ട്, വാ അതൊക്കെ പോട്ടെ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് രണ്ടുപേരും. പെട്ടെന്ന് വേദ കാൽ തട്ടി വിക്രമിൻ്റെ ദേഹത്തേക്ക് വീഴുന്നുണ്ട്. കുറച്ചു നേരം അവരങ്ങനെ പരസ്പരം മറന്നുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് വേദ അങ്ങ് എഴുന്നേറ്റുകൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട്, സോറി സോറി വിക്രം എന്ന് പറഞ്ഞുകൊണ്ട്, ഓ സാരമില്ല എന്ന് വിക്രമും പറയുന്നുണ്ട്. പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് വേദ നിലവിളിക്കുന്നുണ്ട്. എന്താടി എന്ന് വിക്രം ചോദിക്കുന്ന സമയത്ത്, അല്ല വിക്രം നിന്റെ ദേഹത്ത് എൻ്റെ ലിപ്സ്റ്റിക് ആയിരിക്കുന്നു ഷർട്ടിൽ എന്ന് പറയുന്നു. വിക്രം നോക്കുന്ന സമയത്ത് റെഡ് കളർ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇത് വാഷ് ചെയ്യാനുള്ള സമയവുമില്ലല്ലോ വിക്രം എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, സാരമില്ല, അത് കുങ്കുമമായതാണെന്ന് വിചാരിച്ച് ഞാനങ്ങ് സമാധാനിച്ചു കൊള്ളാം എന്ന് പറയാണ്. അങ്ങനെ വിക്രം കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വേദയാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. വിക്രം ഒരു പീസ് കേക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ വേദയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഫസ്റ്റ് പീസ് കേക്ക് തനിക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാണ് കൊടുക്കേണ്ടത്. നിന്നെ തന്നെയല്ലേ സ്നേഹിക്കുന്നത് നീ ഒരുപാട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിക്രം പെട്ടെന്ന് തന്നെ ആ കേക്ക് വേദയുടെ വായിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. വേദ വിക്രമിൻ്റെ ഈ പ്രവൃത്തി കണ്ടിങ്ങനെ അന്തം വിട്ട് വിക്രമിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. വേദയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഒരു പീസ് കേക്ക് വേദയും എടുത്തുകൊണ്ട് വിക്രമിനോട് ഹാപ്പി ബർത്ത്ഡേ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ വായിലും വെച്ച് കൊടുക്കുന്നുണ്ട്. വിക്രമിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ പറഞ്ഞില്ലേടി നേരത്തെ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ പൂ പൂക്കും മീൻ തുള്ളിക്കളിക്കും എന്നൊക്കെ. പക്ഷേ എൻ്റെ മനസ്സിലിപ്പോഴറിയാവോ, 1000 പൂക്കൾ വിരിയുന്നുണ്ട്, 1000 മീനുകൾ തുള്ളി തുടിക്കുന്നുണ്ടടി. എനിക്ക് എന്തൊരു സന്തോഷമായി എന്നറിയോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്യുന്നത്. ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഇമാതിരി ആഘോഷങ്ങളൊന്നും നടത്തിയിട്ടില്ല. താങ്ക്സ് എഡി എന്നിങ്ങനെ പറയുന്ന സമയത്ത് വേദ ഇങ്ങനെ അന്തം വിട്ട് സന്തോഷത്തോടെ വേദയും കരയുന്നുണ്ട്. വിക്രമിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, ശരി ഒരുപാട് സമയമായില്ലേ, ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പോണോ എന്ന് വേദ മറുചോദ്യം ചോദിക്കുന്നുണ്ട്. കേട്ട് വിക്രം പറയുന്നുണ്ട്, പോയല്ലേ പറ്റത്തുള്ളൂ, ഇത് നിൻ്റെ വീട് എൻ്റെ വീട് വേറെയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശരി എന്ന് വേദ പറയുന്നു. വീണ്ടും വിക്രം പറയുന്നുണ്ട്, ശരി വേദ ഞാൻ പോട്ടെ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. പോയല്ലേ പറ്റത്തുള്ളൂ എന്നല്ലേ നീ പറഞ്ഞത്, എങ്കിൽ ശരി നീ പോ, നിൽക്ക്, ഇപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ പാൻറ്റും ഷർട്ടും അടങ്ങുന്ന ഒരു കവർ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് വിക്രമിന് കൊടുക്കുന്നുണ്ട്. വിക്രമിനോട് പറയുന്നുണ്ട് വേദ, അതെ ഇത് നീ കൊണ്ടുപോയിക്കോ, ഇവിടെ ഇട്ടിട്ട് പോയാലേ നാളെ ഞാൻ ഇവരുടെയുള്ളവരോടെല്ലാം സമാധാനം പറയേണ്ടി വരും എന്നിങ്ങനെ പറയുന്നുണ്ട്. വിക്രം ശരി എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിങ്ങനെ വേദയെ തന്നെ നോക്കിക്കൊണ്ടിങ്ങനെ പുറത്തേക്ക് നടക്കുകയാണ്. വിക്രമിനെ വേദയെ വിട്ടുപോവാൻ ഒട്ടും തന്നെ മനസ്സ് വരുന്നില്ല. അങ്ങനെ വിക്രം താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. വേദ ഓടിച്ചെന്ന് താഴേക്ക് നോക്കുന്നുണ്ട്. വിക്രം പോകുന്നത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വിക്രമാണെങ്കിൽ താഴെ എത്തിയതും മേലെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. വേദ അവിടെ തന്നെ നിൽക്കുന്നുണ്ടോന്ന്. രാവിലെ കമലാമ്മ എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ രാധ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഏയ് രാധേ, നീ എന്താ ഇത്രയും നേരത്തെ എന്ന് കമലാമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നുണ്ട്, കമലാമ്മേ നീ ഇന്നത്തെ വിശേഷത്തെക്കുറിച്ച് അമ്മയ്ക്ക് അറിയത്തില്ലേ, എല്ലാം മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ഇന്ന് വിശേഷം എന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്ന് നമ്മുടെ വിക്രമിൻ്റെ പിറന്നാളല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെയും പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ ഇത്ര പ്രത്യേകത, ഇവിടെ ആരുടെ പിറന്നാളും ആഘോഷിക്കാറില്ല, എല്ലാം ഞങ്ങൾക്ക് ഒരുപോലെ തന്നെ എന്ന് പറയുന്നു. ഇത് കേട്ട് രാധയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അതെ നിങ്ങളുടെ പിറന്നാൾ നിങ്ങൾ ആഘോഷിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞാനേ എൻ്റെ വിക്രമിൻ്റെ പിറന്നാളെ ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ അമ്പലത്തിൽ പോയിട്ടാണ് വരുന്നത്, പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ടാ. എവിടെ വിക്രം, ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഇല്ല അവൻ രാത്രി എങ്ങോട്ടോ പോയെന്ന് തോന്നുന്നു, ഞാൻ രാവിലെ റൂമിൽ ചെന്ന സമയത്ത് അവനെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ 12 മണിക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അവൻ ഒരുപാട് വിളിച്ചു നോക്കി, പക്ഷെ അവൻ ഫോൺ എടുത്തില്ല എന്ന് പറയുന്നുണ്ട്.
പെട്ടെന്നാണ് വിക്രം അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വിക്രമിൻ്റെ ഡ്രസ്സിങ് കണ്ടിട്ട് എല്ലാവരും അന്തം വിട്ട് വിക്രമിനെ തന്നെ അടിമുടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിശ്വൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയടാ വിക്രം, ഇമാതിരി ഫോർമൽ ഡ്രസ്സൊന്നും നീ ധരിക്കാറില്ലല്ലോ, വളരെ വില കൂടിയ ഡ്രസ്സാണെന്ന് തോന്നുന്നു, ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അത് എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തു തന്നതാ, പിറന്നാളല്ലേ, വേഗം ഇങ്ങോട്ട് വാ, ഇത് ഇട്ടിട്ട് എനിക്ക് കാണണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയതാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടെന്ന് വിശ്വം പറയുന്നുണ്ട്. എന്നാൽ രാധ പറയുന്നുണ്ട്, ഇന്ന് നിന്റെ പിറന്നാളല്ലേ, ഞാൻ അമ്പലത്തിൽ പോയി നിന്റെ പേരിൽ അല്ല അർച്ചന കഴിച്ചിട്ടുണ്ട്, ഇന്ന പ്രസാദം എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് വിക്രം അത് ശ്രദ്ധിക്കാതെ ഞാൻ റൂമിലേക്ക് പോവാണെന്നും പറഞ്ഞുകൊണ്ട് പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നിൽക്ക് വിക്രം എന്ന് രാധ പറയുന്നുണ്ട്. രാധ വിക്രമിനെ നോക്കി ഷർട്ടിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇതെന്താ നിന്റെ ഷർട്ടിൽ ഒരു കളർ എന്ന് ചോദിക്കുന്നു. വിക്രം പെട്ടെന്നാണ് വേദയുടെ ലിപ്സ്റ്റിക്ക് തൻ്റെ ഷർട്ടിലായ വിവരം ശ്രദ്ധിക്കുന്നത്.